വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാനായത് സർക്കാരിന്റെ സമയബന്ധിതമായ ഇടപെടൽ മൂലമാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ദുരന്തവുമായി ബന്ധപ്പെട്ട് 2 സ്വതന്ത്ര അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചതായും സർക്കാർ കോടതിയെ അറിയിച്ചു. ദുരന്ത നിവാരണ സെക്രട്ടറി, പരിസ്ഥിതി സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. സുരക്ഷാ വീഴ്ചകളിൽ നിർമ്മാണ കരാറുകാരെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നതാണ് സർക്കാരിന്റെ റിപ്പോർട്ട്. ജൂൺ 5-ന് തന്നെ തുരങ്കപാതയുടെ നിർമ്മാണ ജോലികൾ നിർത്തിവെക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. കനത്ത മഴയ്ക്കുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു ഈ മുന്നറിയിപ്പ്. കൂടാതെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി കരാറുകാരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. സർക്കാരിന്റെ ഈ മുൻകരുതലുകളാണ് ദുരന്തത്തിന്റെ ആഘാതവും മരണനിരക്കും വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിച്ചതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. തുരങ്ക നിർമ്മാണത്തിനായി കുഴിച്ചെടുത്ത മണ്ണ് അടിയന്തരമായി അവിടെ നിന്ന് നീക്കം ചെയ്യാൻ കൊങ്കൺ റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നതായും സർക്കാർ വ്യക്തമാക്കി. മണ്ണുമാറ്റാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കരാറുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് സ്ഥിതി വഷളാക്കിയത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതികവും നിയമപരവുമായ അനുമതികൾ കൃത്യമായി നേടിയിരുന്നോ എന്ന് ദുരന്ത നിവാരണ സെക്രട്ടറി അന്വേഷിക്കും. പദ്ധതിക്ക് ആവശ്യമായ പരിസ്ഥിതി അനുമതികൾ ലഭ്യമായിരുന്നോ എന്ന കാര്യം പരിസ്ഥിതി സെക്രട്ടറി പരിശോധിക്കും. കരാറുകാർക്ക് ആവശ്യമായ എല്ലാ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നേരത്തെ തന്നെ നൽകിയിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന സർക്കാർ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന സൂചനയാണ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത്.